നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കൂ കുട്ടികളെ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു സ്റ്റഡി ഫ്ലോ, സ്ട്രീം ലൈൻ ഫ്ലോ ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ബൈ കൺസിഡറിങ് മാസ് കൺസർവേഷൻ ഇൻ ഫ്ലൂയിഡ് ഫ്ലോ അറൈവ് അറ്റ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നാണ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡെറൈവ് ചെയ്യാനാണ്. 4 മാർക്കിൻ്റെ ഡെറിവേഷനാണ്, പക്ഷേ വളരെ സിമ്പിളായ ഒരു ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം. നോക്കൂ, ഡിഫറൻറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ വരുന്ന ഒരു പൈപ്പ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറവാണ്, എന്നാൽ ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലാണ്. PRQ എന്ന് നമുക്ക് നെയിം ചെയ്യാം. ശ്രദ്ധിക്കൂ, അപ്പോൾ ഇവിടെ കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഐഡിയ ഉപയോഗിക്കാൻ അവർ നിങ്ങൾക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ ടി ടൈമിൽ ഇവിടുന്ന് അകത്തോട്ട് കയറുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് ഇൻ ടൈം ഡെൽറ്റ ടി, മാസ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് ഇൻ ടൈം ഡെൽറ്റ ടി ഈക്വൽസ്, ഇവിടെ നോക്കൂ, ഇവിടുന്ന് പുറത്തോട്ട് പോകുന്ന ഫ്ലൂയിഡ് നമുക്ക് എടുക്കാം. മാസ് ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ഇൻ ടൈം ഡെൽറ്റ ടി. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൈപ്പിലേക്ക് കയറുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് ഇൻ ടൈം ഡെൽറ്റ ടി ഈക്വൽസ് മാസ് ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ഇൻ ടൈം ഡെൽറ്റ ടി. ഇത് ഇക്വേറ്റ് ചെയ്യുക. സ്റ്റഡി ഫ്ലോയിൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ്, മാസ് എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം? അതിനൊരു ചെറിയ പരിപാടിയുണ്ട്. നോക്കൂ, മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ, റോ ഇൻറ്റു വി അല്ലേ. ഇനി നമുക്ക് പൈപ്പ് എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ വോളിയത്തെ എപ്പോഴും ഈ ചാപ്റ്ററിൽ എപ്പോഴും എങ്ങനെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഏരിയ ഇൻറ്റു ലെങ്ത് എന്നാണ്. വോളിയത്തെ ഒരു ചെറിയ സിലിണ്ടറിക്കൽ പോർഷൻ അസ്യൂം ചെയ്താൽ നിങ്ങൾക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എടുക്കാം. ഇനി ലെങ്തിനെ എങ്ങനെയാണ് മാറ്റുക? ലെങ്തിനെ നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ, റൈറ്റ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം ഓർത്തിരിക്കുക. മാസ് റോ വി, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയത്തിന് പകരം ഏരിയ ഇൻറ്റു ലെങ്ത്, ലെങ്തിന് പകരം വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ. സോ റോ എ വി ഡെൽറ്റ ടി. ഇത് ഓർത്തിരുന്നാൽ ഈ ഡെറിവേഷൻ 2 സ്റ്റെപ്പിൽ തീരും. നോക്കൂ, മാസിന് പകരം റോ എ വി ഡെൽറ്റ ടി, ഇവിടെ അതുപോലെ തന്നെ റോ എ വി ഡെൽറ്റ ടി. ഇവിടെ ഈ പോർഷനിൽ, ഈ റീജിയനിൽ ഡെൻസിറ്റി റോ 1, ഏരിയ A1, വെലോസിറ്റി V1. ഈ റീജിയനിൽ ഡെൻസിറ്റി റോ 2, ഏരിയ A2, വെലോസിറ്റി V2. കറക്റ്റ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? മാസിന് പകരം റോ എ വി ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ ടി 2 റീജിയനിൽ ഈക്വൽ ആണ്, ക്യാൻസൽ ചെയ്തു. ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ്, നിങ്ങൾക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് ആണ്. അവരുടെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2 റീജിയനിലെയും ഡെൻസിറ്റി സെയിം ആയതുകൊണ്ട് റോ 1ഉം റോ 2ഉം ക്യാൻസൽ ആയി. അപ്പോൾ A1 V1 = A2 V2. കറക്റ്റ്. ഇവിടെ റോ 1ഉം റോ 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് A1 V1 = A2 V2 എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏരിയ ഇൻറ്റു വെലോസിറ്റിയും ഈ റീജിയനിലെ ഏരിയ ഇൻറ്റു വെലോസിറ്റിയുടെയും പ്രോഡക്റ്റുകൾ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞൂടെ, ഏരിയ ഇൻറ്റു വെലോസിറ്റി പ്രോഡക്റ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ദിസ് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ സ്റ്റഡി ഫ്ലോ. ഏരിയ ഇൻറ്റു വെലോസിറ്റി പ്രോഡക്റ്റ് ഈസ് എ കോൺസ്റ്റന്റ്. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഐഡിയ, ബേസിക് ഐഡിയ? ഏരിയയും വെലോസിറ്റിയും സ്റ്റഡി ഫ്ലോയിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ ഏരിയ കുറവാണല്ലേ, അപ്പോൾ അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇവിടെ ഏരിയ കൂടുതലാണ്, അപ്പോൾ അവിടെ വെലോസിറ്റി കുറവായിരിക്കും. അത് ഓർത്തിരിക്കുക. ഇനി നോക്കൂ, അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ദി ടർബുലൻസ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ റെനോൾഡ്സ് നമ്പർ. റെനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. കറക്റ്റായ ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്കറിയാം ഫ്ലോ ഏത് ടൈപ്പാണ് എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നത് റെനോൾഡ്സ് നമ്പറാണ്. റെനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താണ് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചത്?
റോ ഇൻറ്റു വി ഇൻറ്റു ഡി ബൈ ഈറ്റ അല്ലേ? റോ വി ഡി ബൈ ഈറ്റ അല്ലേ? റോ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, വി വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, ഡി ഡയമീറ്റർ ഓഫ് പൈപ്പാണ്, ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ റെനോൾഡ്സ് നമ്പറിന്റെ കറക്റ്റ് ഇക്വേഷൻ റോ വി ഡി ബൈ ഈറ്റയാണ്. അത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഓപ്ഷൻ. അത് 1 മാർക്കിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെനോൾഡ്സ് നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് ഓർത്തിരിക്കുക. ഫ്ലോ ഏത് ടൈപ്പാണെന്ന് ഈ നമ്പർ സ്പെസിഫൈ ചെയ്യുന്നു. ഈ നമ്പറിന് ഡയമെൻഷനോ യൂണിറ്റോ ഒന്നുമില്ല. ഈ നമ്പറിൻ്റെ വാല്യൂ 1000-നേക്കാൾ കുറവാണെങ്കിൽ ഫ്ലോ എന്താണ്? സ്റ്റഡി ഫ്ലോ ആണ്. എന്നാൽ 2000-നേക്കാൾ മുകളിലാണെങ്കിൽ ഫ്ലോ എന്താണ്? ടർബുലൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കൂ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക എല്ലാവരും. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ക്യാപ്പിലറി റൈസ് ഇൻ എ നാരോ ട്യൂബ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ക്യാപ്പിലറി ട്യൂബിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലറി ഹൈറ്റ് എച്ച് ഇൻ ടേംസ് ഓഫ് സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ്. അപ്പോൾ ഇവിടെ ക്യാപ്പിലറി ഹൈറ്റ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ? എന്നാലും ഞാൻ ആ ഡെറിവേഷൻ ഒന്ന് പെട്ടെന്ന് ചെയ്ത് കാണിക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഈ ഫിഗറൊക്കെ അവർ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. നോക്കുക, ഞാൻ ആ പൈപ്പ് ട്യൂബിൻ്റെ ഫിഗർ ഒന്ന് എൻലാർജ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇവിടെ കോൺകേവ് മെനിസ്കസ് വരച്ചു. നിങ്ങൾക്കറിയാം ഇത് ലിക്വിഡാണ്. അപ്പോൾ നമ്മൾ ടാൻജൻറ്റ് ലിക്വിഡിൻ്റെ സർഫസിൽ ടാൻജൻറ്റ് വരയ്ക്കണം. ലിക്വിഡിൻ്റെ സർഫസിൽ ടാൻജൻറ്റ് വരച്ചു. ഇത് സോളിഡ് സർഫസ് ഇൻസൈഡ് ലിക്വിഡാണ്. ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ അല്ലേ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എക്സാമിന് ചോദിക്കും 1 മാർക്കിന്, അത് പഠിച്ചു വെക്കണം. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ടിൻ്റെ ഡെഫിനിഷൻ? ഇറ്റ്സ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് അറ്റ് ലിക്വിഡ് സർഫസ് ആൻഡ് സോളിഡ് സർഫസ് ഇൻസൈഡ് ലിക്വിഡ്. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. ഇവിടെ നമ്മുടെ പടത്തിൽ നോക്കൂ, ഈ കോൺകേവ് സർഫസിൻ്റെ റേഡിയസ് കാണിച്ചിരിക്കുന്നു സ്മാൾ ലെറ്റർ ആർ. ഇത് നമ്മുടെ ക്യാപ്പിലറി ട്യൂബിൻ്റെ തിക്നെസ് ആണ് സ്മാൾ ലെറ്റർ എ. ഓക്കെ, ഈ തീറ്റ സിമ്പിൾ ജോമെട്രിക്കലായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇത് തീറ്റ ആയതുകൊണ്ട് താണ്ടെ ഈ ആംഗിളും തീറ്റ വരും. അപ്പോൾ ഈ ആംഗിൾ തീറ്റ വരും. കറക്റ്റ്. അപ്പോൾ ഇവിടെ സിമ്പിൾ ജോമെട്രിയാണ്. ഹൈസ്കൂൾ ക്ലാസ്സിലെ സിമ്പിൾ ജോമെട്രി നോക്കിയാൽ ഈ തീറ്റ തന്നെ ഇവിടെ വരും. അപ്പോൾ ഇനി നമുക്ക് ഈ ഫിഗറിൽ കോസ് തീറ്റ ഒന്ന് നോക്കിക്കേ. കോസ് തീറ്റ ഈക്വൽസ് what is adjacent side? That is small letter a. What is hypotenuse? That is small letter r. Correct? ഇവിടെ a എന്താണ്? നമ്മുടെ ട്യൂബിൻ്റെ റേഡിയസ് ആണ്. r എന്താണ്? r ഈ ലിക്വിഡ് സർഫസിൻ്റെ റേഡിയസ് ആണ്. കറക്റ്റ്. അപ്പോൾ നമുക്ക് r-നെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? r മുകളിലേക്ക് കോസ് തീറ്റ താഴേക്ക്. r is equal to a by കോസ് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് പ്രഷർ ഡിഫറൻസ് പി ഐ മൈനസ് പി ഒ. ഇൻസൈഡ് പ്രഷർ, ലിക്വിഡ് സർഫസിൻ്റെ ഇൻസൈഡിലെ പ്രഷർ പി ഐ, ഔട്ട്സൈഡിലെ പ്രഷർ പി ഒ. ഈ പ്രഷർ ഡിഫറൻസ് നിങ്ങൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് 2s/r ആണ്. അത് ഇതിന് മുമ്പ് പഠിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് അല്ലേ? എക്സസ് പ്രഷർ പി ഐ മൈനസ് പി ഒ ഇസ് ഇക്വൽ ടു 2s/r. അപ്പോൾ നമുക്ക് ഇവിടെ r എങ്ങനെ റീപ്ലേസ് ചെയ്യാം? a by cos തീറ്റ. സോ എന്ത് വരും? 2s cos തീറ്റ മുകളിൽ പോയി 2s cos തീറ്റ ബൈ a എന്ന് കിട്ടും. കറക്റ്റ്. ഇനി നമുക്കറിയാം ക്യാപ്പിലറി ട്യൂബിൻ്റെ h ഹൈറ്റ് ആണ് ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാപ്പിലറി ട്യൂബ് എടുത്താൽ ഈ h ഹൈറ്റിലെ പ്രഷർ ഡിഫറൻസ്, ഇത് ഓപ്പൺ ആണ് അല്ലേ? ഈ പൈപ്പ് ഓപ്പൺ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് കാണിക്കാം. ഇവിടുത്തെ പ്രഷർ അബ്സല്യൂട്ട് പ്രഷർ പി എന്ന് കാണിക്കാം. ആ ഡിഫറൻസ് പി മൈനസ് പി എ ഇതേ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. എച്ച് റോ ജി ആണ് അല്ലേ? ഈ പൈപ്പിനകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. എത്ര ഹൈറ്റിലാണ് ഫ്ലൂയിഡ്? എച്ച് ഹൈറ്റിലാണ് ഫ്ലൂയിഡ്. ഇവിടുത്തെ പ്രഷർ എന്താണ്? അബ്സല്യൂട്ട് പ്രഷർ പി ആണ്. ഇവിടുത്തെ പ്രഷർ എന്താണ്? അത് അറ്റ്മോസ്ഫിയർ പ്രഷർ പി എ ആണ്. ആ ഡിഫറൻസ് എച്ച് റോ ജി ആണ്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ രണ്ട് പ്രഷർ ഡിഫറൻസുകളെ ഈക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ എച്ച് റോ ജി ഈക്വൽസ് 2s കോസ് തീറ്റ ബൈ
എ. കറക്റ്റ്. അപ്പോൾ എച്ച് എങ്ങനെ കാണും? എച്ച് കാണാൻ ഈ റോ ഇൻറ്റു ജി ഇവിടെ താഴെ കൊണ്ടുവരിക. 2s cos theta ബൈ എ റോ ജി. കറക്റ്റ്. അപ്പോൾ ഇതാണ് ക്യാപിലാരിറ്റി ഹൈറ്റിൻ്റെ ഡെറിവേഷൻ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുക. എച്ച് സിക്വൽ ടു 2s cos theta, എച്ച് സിക്വൽ ടു 2s cos theta ബൈ എ റോ ജി. എസ് സർഫസ് ടെൻഷനാണ്, തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്, എ ക്യാപിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ്, റോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്, ജി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിനൊരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നോക്കുക. ഓൺ ദി സർഫസ് ഓഫ് മൂൺ ദ ലിക്വിഡ് ഇൻ എ ക്യാപിലറി ട്യൂബ് വിൽ റൈസ് ടു. ഈ ക്യാപിലറി ട്യൂബ് മൂണിലാണെങ്കിലോ എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? എന്താണ് എർത്തും മൂണും ഒക്കെ ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലുള്ള ഡിഫറൻസ് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ആലോചിക്കുക? നിങ്ങൾക്കറിയാം, മൂണിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിനേക്കാൾ കുറവാണ്. മൂണിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ്. എങ്ങനെയാ എച്ചും ജിയും തമ്മിലുള്ള ബന്ധം? സർഫസ് ടെൻഷനും എയും റോയും തീറ്റയൊക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ എച്ചും ജിയും നമുക്ക് ഇങ്ങനെ കാണിച്ചൂടെ? എച്ച് പ്രൊപ്പോർഷണൽ ടു 1/g. കറക്റ്റ്. എച്ച് പ്രൊപ്പോർഷണൽ ടു 1/g എന്ന് വെച്ചാൽ മൂണിൽ ജി കുറവായതുകൊണ്ട് എച്ച് കൂടുതലാണ്. ക്യാപിലാരിറ്റി ഹൈറ്റ് എർത്തിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത് നോക്കൂ. മൂണിൽ ജി കുറവാണ്, അതുകൊണ്ട് ക്യാപിലാരിറ്റി ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആൻസർ സി ആണ്, മോർ ഹൈറ്റ് ദാൻ ദാറ്റ് ഓൺ എർത്ത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എർത്തിനേക്കാൾ കൂടുതൽ ഹൈറ്റിലാണ് മൂണിൽ ക്യാപിലാരിറ്റി വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 18 ക്വസ്റ്റ്യൻസ് ആണ് ഈ മോഡൽ ക്വസ്റ്റ്യനിലുള്ളത്. നമ്മൾ ഈ 18 ക്വസ്റ്റ്യനും നമുക്ക് നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. 15 ചാപ്റ്റേഴ്സിലെയും മെയിൻ ടോപ്പിക്കുകൾ നന്നായി റിവൈസ് ചെയ്യുക. നല്ലൊരു ടൈം ഗ്യാപ്പാണ് നിങ്ങൾക്ക് കിട്ടിയത്. കുറേ ദിവസങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 30 ദിവസങ്ങളിലായി ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ടെസ്റ്റ് പേപ്പറുകൾ വളരെ മനോഹരമായി നിങ്ങൾക്ക് നടത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് വളരെ സിസ്റ്റമാറ്റിക്കായി 15 ഫിസിക്സിൻ്റെ ടെസ്റ്റുകൾ, 15 കെമിസ്ട്രിയുടെ ടെസ്റ്റുകൾ, അതുകൂടാതെ ഫിസിക്സിൻ്റെ ഒരു മോഡൽ എക്സാം, കെമിസ്ട്രിയുടെ ഒരു മോഡൽ എക്സാം വരുന്നുണ്ട്. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായി ഒരു മാസത്തോളം നീണ്ടു നിന്ന ഒരു പരീക്ഷാ യജ്ഞമാണ് നമ്മൾ നടത്തിയത്. മറ്റ് സെൻറ്ററുകളിലൊന്നും ഇത്രയേറെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഈ ഒരു വർക്ക് നിങ്ങൾ ഫലവത്താക്കുക. നിങ്ങൾ നന്നായി പഠിക്കുക. നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് +2 ക്ലാസ് തുടങ്ങുമ്പോൾ നേരിട്ട് കാണാം.